ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉണക്കച്ചെമ്മീൻ്റെ ഉണക്കച്ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീനിൽ ഒരു ഐറ്റം കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഉണക്കച്ചെമ്മീൻ കുറച്ച് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തലയും ഇതൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് അമരപ്പയറാണ്. ഇത് ഞാൻ ഓൾറെഡി കലക്കി വെച്ച് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ എടുത്തതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക്, തക്കാളി, ഉപ്പ്, കുറച്ച് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അമരപ്പയർ ആഡ് ചെയ്ത് കൊടുക്കാം. അമരപ്പയർ നന്നായി വെന്ത് വരണം. വെന്ത് വരുമ്പോഴാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. ഇനി അത് നല്ലപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിലേക്കൊക്കെ നല്ല ഒരു കറി തന്നെയാണ്. ഇത് മാത്രം മതി ചോറിലേക്ക്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമരപ്പയറും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ അമരപ്പയർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനിത് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിലേക്ക് അരപ്പിന് തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, പിന്നെ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മറ്റേതിൽ മഞ്ഞൾപ്പൊടി കുറവ് പോലെ തോന്നിയപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി അടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കട്ടിപ്പാൽ വേണം. കുറച്ച് കട്ടിപ്പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര തിക്കല്ല, ഒരു രണ്ടാം പാൽ എന്നൊക്കെ പറയാം. ഭയങ്കര കട്ടിപ്പാലും അല്ല, ഭയങ്കര ലൂസും അല്ലാത്ത തരത്തിലുള്ള കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ കലക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ചേർത്ത് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിള വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അതൊന്ന് ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നിരുന്ന് കുറുകാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ അരപ്പൊക്കെ കഴുകിയിട്ട് ഒഴിച്ച കാരണം അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള പാകത്തിനാണ് പിരിക്കണത്. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അമരപ്പയറും ഉണക്കച്ചെമ്മീനും ഉണ്ടായാൽ മതി. ഇങ്ങനെ തിള വന്നാൽ മതി. തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അധികം നേരം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകിയ പോലെ ഒന്നും ആവണ്ട. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിക്കാനുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഇത് ഇത്രയും മതി. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് താളിക്കാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് കറി ലീവ്സും ഇട്ട് കൊടുക്കാം. കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് കറി ലീവ്സ് ആഡ് ചെയ്യണം ഏറ്റവും നല്ലത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചോറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇരുന്നൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കറി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ കാണിച്ച റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കുന്നു. ചോറിനൊക്കെ നല്ല അടിപൊളി, ചോറിനാണ് കൂടുതൽ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് റിസൾട്ടൊക്കെ അറിയിക്കുക. പിന്നെ ഞാനൊന്നും വേണ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ തൊട്ടുണ്ട്.